ഏപ്രിൽ 27 തിങ്കളാഴ്ച വിപണി തുറക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണണം. കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ആ ഒരു മുന്നേറ്റം അത് കഴിഞ്ഞ വെള്ളിയാഴ്ചയോടെ ഒന്ന് തടസ്സപ്പെട്ടിരിക്കുകയാണ്. സെൻസസ് 76,664-ലും നിഫ്റ്റി 23,897-ലുമാണ് പോയി നിൽക്കുന്നത്. ഏകദേശം 1% മുകളിലാണ് ഇടിവ്. എന്നാൽ ഇപ്പുറത്ത് സിംഗപ്പൂർ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് നോക്കിയാൽ 180 പോയിന്റ് നേട്ടം കാണിക്കുന്നുണ്ട്. ഈ ഒരു വൈരുദ്ധ്യം നമ്മൾ കൃത്യമായും ശ്രദ്ധിക്കണം. അതായത് സംഗതി നിസ്സാരമല്ല. നമ്മളുടെ നിക്ഷേപങ്ങളെ ബാധിക്കുന്ന 5 പ്രധാന കാര്യങ്ങൾ ഏപ്രിൽ 27 തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യത്തെ പോയിന്റ് ഈ ക്രൂഡ് ഓയിൽ വില തന്നെയാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $105 കടന്നിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ കാരണം എണ്ണക്കപ്പലുകൾ തടസ്സപ്പെടുമ്പോൾ അത് നേരിട്ട് ബാധിക്കുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലിനെയാണ്. ഇതിനെക്കുറിച്ച് LKP സെക്യൂരിറ്റീസിലെ റിസർച്ച് ഹെഡ് S രംഗനാഥൻ പറയുന്നത്, ക്രൂഡ് ഓയിൽ വിലയിലെ ഈ വർധനവ് ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റിനെ സമ്മർദ്ദത്തിലാക്കുമെന്നാണ്. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 94.25 എന്ന നിലവാരത്തിലേക്ക് ദുർബലമായതും നമ്മൾ കാണാതെ പോകരുത്. ഇതൊരു വലിയ തിരിച്ചടിയാണ്. രണ്ടാമത്തെ കാര്യം, വിദേശ നിക്ഷേപകർ അഥവാ FPIs വൻതോതിൽ പണം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. ഈ ഏപ്രിൽ മാസം മാത്രം ഏകദേശം 44,000 കോടി രൂപയാണ് അവർ പിൻവലിച്ചത്. ജിയോജിത് ഫിനാൻഷ്യൽ സർവീസിലെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ VK വിജയകുമാർ ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. വിദേശ നിക്ഷേപകർ ബാങ്കിംഗ് ഓഹരികൾ വലിയ രീതിയിൽ വിറ്റഴിക്കുന്നത് മാർക്കറ്റിൽ സമ്മർദ്ദം ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റുമുണ്ട്. വിദേശികൾ വിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ നിക്ഷേപകർ SIP വഴി വിപണിയെ താങ്ങി നിർത്തുന്നുമുണ്ട്. ഓരോ മാസവും ഏകദേശം 30,000 കോടി രൂപയാണ് ഇന്ത്യൻ റീറ്റെയിൽ നിക്ഷേപകർ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. ഇതൊരു വലിയ കരുത്താണ്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റിയുടെ ചില ലെവലുകളാണ്. ഏപ്രിൽ 27 തിങ്കളാഴ്ച നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട് ലെവലായി അനലിസ്റ്റുകൾ കാണുന്നത് 23,800 മുതൽ 23,850 വരെയാണ്. ചോയ്സ് ബ്രോക്കിംഗിലെ സുമിത് ബഗാഡിയുടെ അഭിപ്രായത്തിൽ നിഫ്റ്റി 23,500 താഴേക്ക് പോയാൽ സെല്ലിംഗ് പ്രഷർ ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ 24,150 കടന്നു നിൽക്കാൻ കഴിഞ്ഞാൽ അതൊരു ആശ്വാസമാകും. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യമെടുത്താൽ 55,600 പ്രധാന സപ്പോർട്ട്. ഇതിന് താഴേക്ക് പോയാൽ 54,300 വരെ ഇടിയാനുള്ള സാധ്യത സുമിത് ബഗാഡിയെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ നമ്പറുകൾ നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. നാലാമത്തെ പോയിന്റ് കമ്പനികളുടെ റിസൾട്ടുകളാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന റിലയൻസിന്റെയും ആക്സിസ് ബാങ്കിന്റെയും കണക്കുകൾ അത്ര വലിയ ആവശ്യമൊന്നും മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടില്ല. റിലയൻസിന്റെ ലാഭം 12.6% കുറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആഗോളതലത്തിൽ എണ്ണ ശുദ്ധീകരണ മേഖലയിലെ വെല്ലുവിളികളാണ് ഇതിന് കാരണമായി മുകേഷ് അംബാനി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷെ റീറ്റെയിൽ, ഡിജിറ്റൽ മേഖലകളിൽ കമ്പനി കരുത്തുറ്റ വളർച്ചയിലാണ്. ആക്സിസ് ബാങ്കിന്റെ ലാഭത്തിലും വലിയ വർധനവ് ഈ തവണ കാണാനില്ല. വൻകിട കമ്പനികളുടെ പ്രകടനം ഇത്തരത്തിൽ സമ്മിശ്രമാകുമ്പോൾ അത് സ്വാഭാവികമായും ഇൻഡെക്സിനെ താഴേക്ക് വലിക്കും. അഞ്ചാമത്തെ കാര്യം വിദേശത്തു നിന്നുള്ളതാണ്. ഏപ്രിൽ 28, 29 തീയതികളിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗിന്റെ അവർ പലിശ നിരക്കിൽ എന്ത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഏപ്രിൽ 27 തുടങ്ങുന്ന ഈ ആഴ്ചയിലെ നമ്മുടെ വിപണിയുടെ പോക്ക്. കൊടക് സെക്യൂരിറ്റീസിലെ ശ്രീകാന്ത് ചൗഹാൻ പറയുന്നത്, ആഗോള വിപണികൾ ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും ഫെഡ് തീരുമാനങ്ങളെയും കാത്തിരിക്കുകയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വലിയ വൊളാറ്റിലിറ്റി നമ്മൾ പ്രതീക്ഷിക്കണം. രാവിലെ മാർക്കറ്റ് നല്ല രീതിയിൽ കയറുകയും ഉച്ചയ്ക്ക് ശേഷം ഇടിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ഇനി ഞാൻ പറയുന്ന ആലോചിച്ച് നോക്കണം. ഇവിടെയാണ് നമ്മൾ ബുദ്ധിപരമായി നീങ്ങേണ്ടത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏപ്രിൽ 27 തിങ്കളാഴ്ച മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ തുടങ്ങിയാൽ ഉടനെ വലിയ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകരുത്. അതൊരു ഷോർട്ട് കവറിംഗ് റാലി മാത്രമാകാൻ സാധ്യതയുണ്ട്. 1 മണിക്കൂർ കാത്തിരിക്കുക. മാർക്കറ്റ് എങ്ങോട്ട് തിരിയുന്നു എന്ന് നോക്കുക. IT ഓഹരികളിൽ ഇപ്പോൾ ചെറിയൊരു തളർച്ചയുണ്ട്. പ്രത്യേകിച്ച് ഇൻഫോസിസ് പോലെ വലിയ കമ്പനികളുടെ റിസൾട്ട് വന്നതിന് ശേഷം ആ സെക്ടറിൽ ഒരു നിശബ്ദതയുണ്ട്. അതുകൊണ്ട് IT സെക്ടറിൽ ഇപ്പോൾ പുതിയ നിക്ഷേപം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പകരം എനർജി, മെറ്റൽസ് എന്നീ മേഖലകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വെക്കാം. എണ്ണവില കൂടുമ്പോൾ ടാറ്റ സ്റ്റീൽ പോലുള്ള മെറ്റൽ കമ്പനികൾക്കും ONGC പോലുള്ള എനർജി കമ്പനികൾക്കും ഗുണം കിട്ടാറുണ്ട്. അതുപോലെ FMCG, ഫാർമ ഓഹരികൾ കുറച്ചുകൂടി സുരക്ഷിതമായിരിക്കും. വിപണി തകരുമ്പോൾ ഇത്തരം ഓഹരികൾ നമ്മെ ഒരു പരിധിവരെ രക്ഷിക്കും. സത്യം പറഞ്ഞാൽ വിപണി ഇപ്പോൾ നിൽക്കുന്ന ഒരു കവലയിലാണ്. ഏപ്രിൽ 27 തിങ്കളാഴ്ച ട്രെൻഡ് നമുക്ക് പറഞ്ഞു തരും ഈ മാസത്തെ ബാക്കി ദിവസങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന്. നിക്ഷേപങ്ങൾ വിവേകത്തോടെ പ്ലാൻ ചെയ്യുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, വിപണിയിൽ ഈ ചാഞ്ചാട്ടം കണ്ട് ആരും പരിഭ്രമിച്ച് കയ്യിലുള്ള നല്ല ഓഹരികൾ വിറ്റഴിക്കേണ്ടതില്ല. നല്ല ക്വാളിറ്റിയുള്ള ഓഹരികൾ കയ്യിലുണ്ടെങ്കിൽ ഈ ഇടിവ് ഒരു അവസരമായി കാണാം. DSP മ്യൂച്വൽ ഫണ്ടിലെ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് പോലെ വിപണിയിലെ ഇത്തരം തിരുത്തലുകൾ ദീർഘകാല നിക്ഷേപകർക്ക് ഡിസ്കൗണ്ടിൽ ഓഹരികൾ വാങ്ങാനുള്ള വഴികളാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാം. ഏപ്രിൽ 27 തിങ്കളാഴ്ചത്തെ വിപണി നമുക്ക് എങ്ങനെയുള്ള അവസരങ്ങളാണ് നൽകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു SEBI രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക.